കർത്താവ് നമ്മളോട് ചിലതിനെയൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അതിന് ഷോർട്ട് കട്ടുകളില്ല, അതിന് സ്ട്രെയിറ്റ് ആണ്. കർത്താവിനൊരു പ്ലാൻ ബി ഇല്ല, ഒരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ, ഒറ്റ പ്ലാനേ ഉള്ളൂ. അത് നിന്നിൽ നിന്നേ പുറപ്പെടുത്തുള്ളൂ. അതിന് സബ്മിഷൻ ആവശ്യമാണ്, സെൽഫിനെ ഡിനൈ ചെയ്യുന്നത് ആവശ്യമാണ്. അതിൽ നിന്ന് പുറപ്പെടുന്ന അനുസരണം അതിലും വലുതാണ്. ഈ അനുസരണത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ദൈവികമായ പ്രൊവിഷൻ. നോക്കണേ, പഴയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അബ്രഹാം എന്നൊരു വ്യക്തിക്ക് ദൈവം ദീർഘനാളുകൾക്ക് ശേഷം ഒരു തലമുറയെ കൊടുക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നിന്റെ ഏകജാതനായ പുത്രനെ നീ യാഗം അർപ്പിക്കാനായിട്ട് മോറിയ മലയിലേക്ക് കൊണ്ടുപോകണം. നോക്കണേ, നമ്മൾ 22-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അബ്രഹാം തന്നെ മകനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്, യാത്ര പോവുകയാണ്. മകൻ അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മൃഗമില്ല. അനുസരണത്തിൽ ചോദ്യങ്ങളില്ല. ആ ചോദ്യത്തിൻ്റെ നടുവിലും അഥവാ ഒരാൾ നിന്റെ അടുത്ത് ചോദിച്ചാൽ പോലും അതിൻ്റെ അകത്ത് നിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ദൈവം കരുതുമെന്നുള്ളതാണ്. ഇന്ന് പകലിൽ ഒത്തിരിയും ചോദ്യങ്ങളുടെ നടുവിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നും എങ്ങനെ ചിലത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോഴും നിനക്ക് വാ തുറന്ന് പറയാൻ കഴിയുമോ? ദൈവം എനിക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. അവൻ ആൽഫയും ഒമേഗയുമാണ്. നമ്മളെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പേർ ചൊല്ലി വിളിച്ചവനാണ്. അങ്ങനെയെങ്കിൽ വായികളെ തുറന്ന് കർത്താവ് പറഞ്ഞട്ടെ, കർത്താവേ, അങ്ങ് എന്നെ വഴി നടത്തുന്ന ആ നല്ല വഴികൾക്കായി, എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് കരുതി വെച്ചുള്ള ആ നല്ല കരുതലിനായി ഞാൻ നന്ദിയോടെ